ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു കമൻറ്റിൻ്റെ മറുപടി ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ ഒരു കമൻറ്റിൽ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെയിം ഓയിലിംഗ് തന്നെയാണ്. ആ ഒരു സെയിം ഓയിലിൽ നമ്മൾ പിന്നിയാണല്ലോ കെട്ടുന്നത്. ആ ഒരു പിന്നി കെട്ടൽ നമ്മൾ ഫോൾഡ് ചെയ്ത്, അതായത് സ്ലീക്ക് ഫോൾഡഡ് ഹെയർ സ്റ്റൈൽ ആഫ്റ്റർ വാഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് എൻ്റെ വീട്ടിൽ അമ്മയുടെ അടുത്ത് പോയി നിന്നപ്പോൾ തന്നെ എടുത്തൊരു വീഡിയോ ആണ്. കാരണം ഞാൻ 2 വീഡിയോ ഒന്നിച്ചാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു കമൻറ്റിലുള്ളത് നമുക്ക് വാഷിന് ശേഷം പിന്നി കെട്ടുന്ന എണ്ണ ആയിട്ടുള്ള ഓയിലി ഹെയർ പിന്നി കെട്ടുന്ന വീഡിയോ ആണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓയിൽ തേച്ച് പുറത്ത് പോകുന്ന ഒരു വീഡിയോയും കൂടെ എനിക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ സെയിം ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഒറ്റ ഓയിലിങ്ങിൽ തന്നെ 2 വീഡിയോ ആവാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നിച്ചാണ് ചെയ്തത്. അപ്പോൾ ഞാനിതാ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ആ വെറ്റ് ഹെയറാണ്, ഞാൻ ഡ്രയറോ കാര്യങ്ങളോ ഒന്നും എടുത്തുകൊണ്ട് പോകാത്തത് കൊണ്ട് തന്നെ നമുക്ക് നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ എനിക്ക് ആ മുടി ഉണക്കിയെടുക്കണം. അതുകൊണ്ട് ഞാൻ ഏകദേശം കുളി കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷമാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഹെയറൊക്കെ ഡ്രൈ ആയതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. സംഭവം ഇത് ഓൾറെഡി ഞാൻ ഈ ഒരു ഓയിലിങ് ഞാൻ മറ്റേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ അധികമായിട്ട് ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. കാരണം നമ്മൾ മാർക്കറ്റിലോട്ട് പോയ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ സെയിം ആയിട്ട് ഓയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓയിലിംഗ് ആണ് ഇതിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കാരണം ഇതിൽ ഓയിലിംഗ് ചെയ്ത മുടിയെ നമ്മളൊന്ന് ബ്രൈഡ് ചെയ്ത് കാണിക്കണമെന്നല്ലേ ഈ വീഡിയോയിലുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഫാസ്റ്റിലിട്ട് തന്നെ ആ ഒരു ഹെയർ ഓയിലിംഗ് നമ്മൾ ചെയ്യുവാണേ. 2 വീഡിയോയ്ക്ക് അപ്പോഴപ്പോഴേ നമ്മൾ ഹെയറിൽ ഓയിൽ ചെയ്ത് മുടി നാശമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് സംഭവം. ആ വീഡിയോയിലായിരുന്നാലും ഈ വീഡിയോയിലായിരുന്നാലും ഹെയറിൽ ഓയിൽ വേണമെന്നാണല്ലോ മെയിൻ നമ്മുടെ ചാലഞ്ചിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു സംഭവം അതിന് ശേഷം നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി തിരിച്ച് വന്നതിന് ശേഷം വീണ്ടും ആ ഹെയർ ഓയിലി ഹെയറിലാണ് നമ്മൾ ഈ ഒരു ബ്രൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോയിട്ടൊന്ന് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി തലേന്ന് കെട്ടി വെച്ചതിന് ശേഷം അതൊക്കെ അഴിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ സെൻറ്ററായിട്ടൊരു വകുപ്പ് എടുത്തതിന് ശേഷം എല്ലാ മുടിയും കൂടെ ബാക്കിലോട്ട് എടുത്ത് വെച്ച് ഒരു ബൺ വെച്ച് ആദ്യം കെട്ടി വെക്കും. എന്നിട്ടാണ് നമ്മൾ ബ്രൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എല്ലാ മുടിയും നല്ലതായിട്ട് ബാക്കിലോട്ട് വലിച്ച് സെൻറ്ററിൽ ഒരു വകുപ്പ് എടുത്ത് ബാക്കിലോട്ട് വലിച്ച് ആദ്യം ഒരു ബണ്ണും എടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒന്ന് കെട്ടിയതിന് ശേഷം ഞാൻ 2ആയിട്ട് മുടി 2 സൈഡിലോട്ടാക്കിയിട്ട് 2 സൈഡിൽ നിന്നും കുറേശ്ശെ മുടിയെടുത്ത് ഓപ്പോസിറ്റ് സൈഡിൽ വയ്ക്കുന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും പിന്നുന്നത്. പണ്ടത്തെ രീതിയിലാണെങ്കിൽ സഞ്ചി പിന്നൽ എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. ഇപ്പോൾ ഇതിന് എന്ത് പേരെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് ബ്രൈഡ് ചെയ്തിടുന്നത്. 2 സൈഡിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലോട്ട് ചെറിയ പാർട്ട് വീതം ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ നല്ല എൻഡ് വരെ ഒന്ന് പിന്നി എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മേളിൽ കെട്ടിയ ബണ്ണിൻ്റെ ഇടയിലോട്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ടൈ ചെയ്ത് വയ്ക്കണം. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ യു പിൻസൊക്കെ ഉണ്ടല്ലോ, ആ യു പിൻസൊക്കെ വെച്ച് ഇതിൻ്റെ താഴോട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല കട്ടിക്കും കനത്തിലും ഉള്ള രീതിയിൽ നമുക്ക് ബ്രൈഡ് ചെയ്ത് കിട്ടുന്നത് പോലെ ഉണ്ടാവും. ഞാനങ്ങനെ കുറച്ച് സ്ലൈഡൊക്കെ യു പിന്നല്ല സാധാ സ്ലൈഡൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം അമ്മയുടെ ഉള്ളത് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പിന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതേപോലെ ഇരിക്കും. കുറച്ചുകൂടെ കട്ടിയുള്ള മുടിയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. എനിക്കിപ്പോൾ ഇത്ര മുടിയല്ലേ ഉള്ളൂ. ഇത്ര എണ്ണയൊക്കെ വാരി തേക്കുമ്പോഴത്തേക്ക് എന്തായാലും ഈ ഒരു രീതിയിൽ ഉണ്ടാവുള്ളൂ ഗൈസ്. ഇങ്ങനെയാണ് നമ്മൾ ആ സഞ്ചി പിന്നുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കും. കുറച്ചുകൂടെ നമ്മൾ 3 ലെയറായിട്ട് എടുത്ത് വെച്ച് പിന്നുമല്ല സാധാ ആ ബ്രൈഡിനേക്കാൾ നല്ല ടേസ്റ്റ് ഒന്ന് നല്ല ഭംഗിയായിരിക്കും ഗൈസ്. ഇതൊന്ന് ഈ ഒരു ഇത് കാണാൻ വേണ്ടി അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭംഗി എത്രയാണെന്ന് കാണാം. അപ്പം നിങ്ങൾ ഉദ്ദേശിച്ച ഈ ഒരു കമൻറ്റ് ഇട്ട ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ താങ്കൾ ഉദ്ദേശിച്ചതുപോലെയാണോ വീഡിയോ, എങ്ങനെയുണ്ട് എൻ്റെ ഈ ബ്രൈഡിങ്, ഇത് കഴിഞ്ഞ് ഞാൻ കാണാൻ സുന്ദരിയാണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടണം. അപ്പോൾ എന്തായാലും ഗൈസ് അത്രയേ ഉള്ളൂ വീഡിയോ. ഈ ഒരു ചാലഞ്ച് ഇവിടെ തീരുകയാണ്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാലഞ്ച് വീഡിയോസൊക്കെ കണ്ടു നോക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.